നമസ്കാരം. എല്ലോക്കോ ISL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ISL വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ISL 10ാം സീസണിലെ ലീഗ് ഘട്ട മത്സരങ്ങൾ അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ലീഗ് ഷീൽഡ് സ്വന്തമാക്കിയത് മുംബൈ സിറ്റിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. ഇനി ISL 10ാം സീസണിൽ ബാക്കിയുള്ളത് പ്ലേ ഓഫ് മത്സരങ്ങളാണ്. തുടർച്ചയായ 3ാം സീസണിലും മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുകയാണ്. 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഫിനിഷ് ചെയ്തത്. ലീഗിന്റെ ആദ്യ പാദത്തിൽ മികച്ച പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സിന് 2ാം പാദത്തിൽ പരിക്കുകൾ വെല്ലുവിളി ഉയർത്തുകയായിരുന്നു. 2ാം പാദത്തിൽ 2 വിജയം നേടാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ചിൽ ആരാധകർ വിശ്വാസമർപ്പിക്കുന്നുണ്ട്. നോക്കൌട്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏപ്രിൽ 19-ാം തീയതി ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരത്തോടെയാണ്. ലീഗ് ടേബിളിൽ 4ാം സ്ഥാനത്താണ് ഒഡീഷ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നോക്കൌട്ട് മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമായിരിക്കും. ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. എന്നാൽ നിരാശപ്പെടുത്തുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയെ അവരുടെ മൈതാനത്ത് വെച്ച് ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ISLന്റെ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടാൻ പോകുന്ന സാധ്യതാ ലൈനപ്പാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി ഇറങ്ങാൻ സാധ്യതയുള്ളത് ലാറ ശർമ്മയാണ്. ഈ സീസണിൽ 2 മത്സരത്തിലെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുള്ളെങ്കിലും ആ 2 മത്സരത്തിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളത് സന്ദീപ് സിംഗ് ആണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിലെ അച്ചടക്ക ലംഘനം മൂലം നവോച്ച സിംഗിന് 3 മത്സരങ്ങളിൽ സസ്പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗ് ആയിരിക്കും ലെഫ്റ്റ് ബാക്കായി കളിക്കുക. സെന്റർ ബാക്കായ ഒരാൾ ബ്ലാസ്റ്റേഴ്സിന്റെ മോണ്ടിനേറിയൻ താരമായ മിലോസ് ഡ്രിൻസിച്ച് കളിക്കും. കളിച്ച മത്സരത്തിലെല്ലാം മികച്ച പ്രകടനമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിരിക്കുന്നത്. മറ്റൊരു സെന്റർ ബാക്കായി കളിക്കുക കൊറേഷ്യൻ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ച് ആണ്. ഈ 2 താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ മികച്ചൊരു കൂട്ടുകെട്ട് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസ് ഇറങ്ങാനാണ് സാധ്യതകൾ. ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ ഇറങ്ങാൻ സാധ്യതയുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ യുവ മലയാളി താരങ്ങളായ വിപിൻ മോഹനും അതുപോലെ തന്നെ മുഹമ്മദ് അസ്ഹറുമാണ്. ഇരു താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ രാഹുൽ KP കളിക്കാനാണ് സാധ്യത. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ അധിക മത്സരങ്ങളൊന്നും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ലെഫ്റ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു മലയാളി താരമായ മുഹമ്മദ് എയ്മൻ കളിക്കും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടാൻ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സ്ട്രൈക്കറായി കളിക്കുക ഒരാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വേനിയൻ താരമായ ഫെഡോർ ആണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിച്ച താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളും നേടിയിട്ടുണ്ട്. മറ്റൊരു സ്ട്രൈക്കറായി കളിക്കാൻ സാധ്യതയുള്ളത് പരിക്ക് മാറി തിരിച്ചെത്തുന്ന അഡ്രിയാൻ ലൂണയാണ്. ഈ സീസണിൽ ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ വരവിനായാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ഏതായാലും നോക്കൌട്ട് മത്സരത്തിൽ വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISL വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.